ഇന്നലെ ഏകദേശം 2:15 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. കാട്ടിക്കുന്ന് ഭാഗത്താണ് അപകടം ഉണ്ടായത്. 23 പേർ സഞ്ചരിച്ച ഒരു വള്ളം, ചെറിയ വെള്ളം ഈ കാണുന്ന പ്രദേശത്ത് മറിയുകയായിരുന്നു. 22 പേരെയും ആ സമയത്ത് രക്ഷിക്കാൻ സാധിച്ചു. എന്നാൽ ഒരാൾ മാത്രം, അതായത് പണാവള്ളി സ്വദേശിയായിട്ടുള്ള കണ്ണനെ മാത്രം കണ്ടെത്താനായില്ല. അദ്ദേഹം നീന്തിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത്. എന്നാൽ അതല്ല, അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ കായലടക്കമുള്ള പ്രദേശങ്ങളിൽ പരിശോധന നടത്തുകയാണ്. ഇവിടെ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ നടക്കുന്ന. NDRF സംഘം വന്നിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇവിടുത്തെ ഒരു നാട്ടുകാരൻ കൂടി ചേർന്നു. ചേട്ടാ, ഈ ഒരു പ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്? അതെ, ഇപ്പോൾ ഇന്നലെ വെള്ളം മുങ്ങിയ ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ ഈ ഒഴുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ? എവിടെയെങ്കിലും ഇപ്പോൾ ഈ കിഴക്കൻ മേഖലയിൽ, മലമേഖലകളിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, ഒഴുക്ക് ശക്തമായിട്ടുണ്ട്. അത് നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ശരിക്കും പറയുന്ന ഒരു തടസ്സം തന്നെയാണ്. ഈ ആൾ മുങ്ങി താഴ്ന്ന ആൾ ഒഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല വലിയ തിരയുണ്ടായിരുന്നു. ഇന്നലെ നല്ല ശക്തമായ കാറ്റും ഉയർന്നു പൊങ്ങുന്ന തിരയും ഉണ്ടായിരുന്നു. ഈ മുങ്ങിയ വെള്ളം തന്നെ മണിക്കൂറുകൾക്ക് തന്നെ 1.5 കിലോമീറ്ററുകൾ ദൂരത്തേക്ക് ഒഴുകിപ്പോയ അവിടെ നിന്ന് പെരുമ്പളം ഭാഗത്ത് പോയി അടിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈ വെള്ളം തന്നെ ഇവിടുന്ന് തന്നെ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. അതാണ് SKN ഇവിടുത്തെ ഒരു സാഹചര്യം. അതാണ്, അതായത് കായലും പുഴയും കൂടി ചേരുന്ന ഒരു പ്രദേശമായതുകൊണ്ടാണ് അത്രയും ദൂരത്തേക്ക് ഒഴുകിപ്പോയത്, ഒഴുക്കുള്ള ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരച്ചിലിനൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, NDRF സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ സംഘവും ഒപ്പം തന്നെ നാട്ടുകാരുമെല്ലാം തിരച്ചിൽ നടത്തുകയാണ്. ഇന്നലെ എവിടേക്കെങ്കിലും ഇദ്ദേഹം നീന്തി കയറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരയിലൊക്കെ വലിയ രീതിയിലുള്ള തിരച്ചിലുണ്ടായിരുന്നു. അവിടെ എങ്ങും തന്നെ കണ്ടെത്താനായിട്ടില്ല. 4 പേരാണ് എതിർവശത്തേക്ക്, അതായത് ഈ ഞാൻ നിൽക്കുന്ന കരയിലല്ല, അതിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് 4 പേർ നീന്തിയിരുന്നു. അതിലൊരാളാണ് ഈ കണ്ണൻ. പക്ഷേ ബാക്കി 3 പേര് മാത്രമേ കരയിലേക്ക് നീന്തി കയറിയുള്ളൂ. കണ്ണൻ മാത്രം നീന്തി എത്തിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആ തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 22 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. അതൊരു ഒരുപക്ഷെ ഒരു വലിയ ദുരന്തമായി മാറേണ്ടതായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് ഇവിടുത്തെ വള്ളക്കാർ, ഈ കക്കാവാരുന്ന വള്ളക്കാരും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ആ സമയത്തുണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി ചേർന്നാണ് ആ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ ശാന്തമായിട്ടാണ് ഈ പ്രദേശത്തെ വെള്ളം കിടക്കുന്നത്. പക്ഷേ ഇന്നലെ ഈ ഒരു അവസ്ഥയല്ലായിരുന്നു. ശക്തമായ കാറ്റും തിരയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തിരച്ചിലിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ NDRF സംഘം വിശദമായിട്ടുള്ള തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ, ഫയർഫോഴ്സും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും എല്ലാം ഇവിടേക്ക് എത്തി തിരച്ചിൽ നടത്തുമെന്നാണ് നമ്മളോട് റവന്യൂ വിഭാഗം പറഞ്ഞിട്ടുള്ളത്. SKN. ഓക്കെ, നമുക്കിപ്പം ചേർന്നത് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന്.